ചലനങ്ങൾ അടയാളപ്പെടുത്തുന്ന ഇലക്ഷൻ ഗേറ്റ് ആരംഭിക്കുകയാണ്. മമതാ ബാനർജി പ്രതിപക്ഷ പാർട്ടികളെ ഒന്നിച്ചണിനിരത്തി പുതിയ രാഷ്ട്രീയ ചുവടുവയ്പ് നടത്തിയിരിക്കുന്നു കൊൽക്കത്തയിൽ. അതിനെ പ്രതിരോധിക്കാൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രി രംഗത്തെത്തിക്കഴിഞ്ഞു. ഈ പ്രതിപക്ഷ ഐക്യം എനിക്കെതിരെയല്ല, ജനങ്ങൾക്കെതിരെയാണെന്നാണ് നരേന്ദ്രമോദിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. മമതാ ബാനർജിയുടെ പുതിയ ചുവടുവയ്പ് അവരെ രാഷ്ട്രീയത്തിന്റെ ഏതറ്റത്തേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത്. 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ പൊടിപൊടിക്കുമ്പോൾ രാഷ്ട്രീയ ചലനങ്ങളുമായി ഇലക്ഷൻ ഗേറ്റ് തുടങ്ങുന്നു. ആദ്യ പ്രധാന വാർത്തയിലേക്ക്. കൊൽക്കത്തയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തി പ്രകടനം. തെരഞ്ഞെടുപ്പിന് ശേഷം BJPക്കെതിരെ ഒന്നിക്കണമെന്ന പ്രാദേശിക പാർട്ടികളോട് മമതാ ബാനർജി. ഐക്യ ഇന്ത്യ റാലിയിൽ പങ്കെടുത്തത് കോൺഗ്രസ് ഉൾപ്പെടെ പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ. നേതാക്കളുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി മമത. വിശാല പ്രതിപക്ഷ റാലിയെ പരിഹസിച്ച് നരേന്ദ്രമോദി. റാലി തനിക്കെതിരെയല്ല, ജനങ്ങൾക്കെതിരെ എന്ന് മോദി. ചൊടിപ്പിക്കുന്നത് അഴിമതിക്കെതിരായ നയങ്ങളെന്നും നരേന്ദ്രമോദിയുടെ വിമർശനം. NK പ്രേമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വാക്പോര്. പ്രേമചന്ദ്രന് BJPയുമായി ബന്ധമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പിന്നിൽ RSP സംഘ് പരിവാർ ഒത്തുകളിയെന്നും ആരോപണം. പ്രേമചന്ദ്രൻ UDF സ്ഥാനാർത്ഥി തന്നെയെന്ന് കോടിയേരിക്ക് രമേശ് ചെന്നിത്തലയുടെ മറുപടി. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യനിര ഉയർത്തി പുതിയ പ്രതിരോധം തീർക്കുകയാണ് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി. മമതാ ബാനർജി എടുത്തിരിക്കുന്ന ഈ പുതിയ ചുവടുവെപ്പ് എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് ഇലക്ഷൻ ഗേറ്റിൽ ആദ്യം പരിശോധിക്കുന്നത് പശ്ചിമ ബംഗാളിൽ ഇന്ന് കൊൽക്കത്തയിലുണ്ടായ ആ കൂറ്റൻ റാലിയെക്കുറിച്ചാണ്. ഇലക്ഷൻ ലീഡ്സ് ആദ്യം പരിശോധിക്കും. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കൊൽക്കത്തയിൽ വിളിച്ചു ചേർത്ത പ്രതിപക്ഷ നേതാക്കളുടെ മഹാസമ്മേളനത്തിൽ 20ലധികം പ്രതിപക്ഷ പാർട്ടികളാണ് പങ്കെടുത്തത്. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന റാലിയിൽ 10 ലക്ഷത്തിലധികം ആളുകളാണ് ഒഴുകിയെത്തിയത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഒന്നിച്ചു നിൽക്കണം എന്ന പ്രഖ്യാപനത്തോടെയാണ് റാലി അവസാനിച്ചത്. ഐക്യ ഇന്ത്യ റാലി എന്ന് പേരിട്ട ഈ പരിപാടിക്ക് ശേഷം മമതാ ബാനർജി നേതാക്കളുടെ പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി. ഏത് നിലയ്ക്കാണ് മമതയുടെ ഈ നീക്കം? എന്ത് ചലനങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഇതാണ് ഇലക്ഷൻ ലീഡിൽ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. വിശദാംശങ്ങളുമായി ലിജോ വർഗീസ് ഉണ്ട്. ലിജോ, ഇന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രാദേശിക പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യനിര ഉയർത്താനാണ് മമതാ ബാനർജി ശ്രമിച്ചത്. ഇടതുപക്ഷ പാർട്ടികൾ, അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ AADMK, അതുപോലെ ബിജു ജനതാദളിന്റെ പാർട്ടി, ചന്ദ്രശേഖര റാവു, ഇങ്ങനെ ഏതാനും പ്രാദേശിക കക്ഷികളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റെല്ലാവരും തന്നെ ഈ മഹാറാലിയിൽ അണിനിരന്നു. എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് മമതാ ബാനർജിയുടെ ഈ പുതിയ നീക്കം? എത്രമാത്രം പ്രസക്തമാണ് ഈ പുതിയ നീക്കം? ഗോപികൃഷ്ണൻ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷ പാർട്ടികൾ എന്നതിനപ്പുറത്തേക്ക് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടേതായിരിക്കുമെന്നുള്ളൊരു കണക്കുകൂട്ടലാണ് ബംഗാൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവുമായ മമതാ ബാനർജിക്കുള്ളത്. കോൺഗ്രസും BJPയും പിന്നാക്കം പോവുകയും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ വലിയാൻ പോകുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്തെമ്പാടുമുള്ളതെന്ന് അവർ കണക്കുകൂട്ടുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു ഐക്യ റാലി ഉണ്ടാക്കാൻ ഇപ്പോൾ മമതാ ബാനർജി തയ്യാറായിരിക്കുന്നത്. അത് തെക്ക് നിന്ന് മുതൽ വടക്ക് വരെയുള്ള സംസ്ഥാനങ്ങളും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും പ്രതിപക്ഷ പാർട്ടികളെ അണിനിരത്തിക്കൊണ്ട് അവരെ ഒന്നിച്ചു നിർത്താൻ മമതാ ബാനർജിക്ക് ഇന്ന് കഴിഞ്ഞു എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വലിയ പ്രാധാന്യം നൽകുന്ന തരത്തിലേക്ക് അത് മാറിക്കഴിയുകയും ചെയ്തു. ഇന്ന് രാവിലെ വരെ ഈ റാലി എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ദേശീയ മാധ്യമങ്ങളിലടക്കം ഒരു കൃത്യമായ ധാരണ ഉണ്ടായിരുന്നില്ലെങ്കിൽ
ഈ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ ഇന്ന് ഒഴുകിയെത്തിയ 10 ലക്ഷത്തിലധികം ആളുകളും ഏതാണ്ട് 22 പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളും അതുപോലെ തന്നെ BJP-ക്കൊപ്പം നിൽക്കുകയും നിന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ BJP എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അരുൺ ഷൂരിയും യശ്വന്ത് സിംഗയും ശത്രുഘ്നൻ സിൻഹയും പോലെയുള്ള നേതാക്കൾ വരുന്നു. ഒപ്പം പട്ടേൽ സമരം നയിക്കുന്ന ഹർദിക് പട്ടേൽ വരുന്നു. ഉന സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ദളിത് പ്രക്ഷോഭം നയിച്ച ജിഗ്നേഷ് ബേവാനി തുടങ്ങി എല്ലാ തരത്തിലുമുള്ള ആളുകളെ ഒരു വേദിയിൽ കൊണ്ടുവന്ന് അവർക്ക് സംസാരിക്കാൻ അവസരം നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, സംസ്ഥാനങ്ങളുടെ നേതാക്കളെ മുൻനിർത്തിയുള്ള ഈ വലിയ പ്രതിപക്ഷ ഐക്യനിര എന്ന് പറയുന്നത് രാജ്യത്തിലെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന തരത്തിലാണ് നിലവിലെ കേന്ദ്ര സർക്കാരിന്റെ നടപടി എന്നുള്ളതാണ്. മോദി സർക്കാർ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നു, സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വലിയൊരു ആരോപണം നേരത്തെ മുതലേ മമതാ ബാനർജി ഉന്നയിക്കുന്നുണ്ട്. അത് കുറെ കൂടി ശക്തമായി ഉന്നയിക്കുകയാണ് ഇന്നിപ്പോൾ മമതാ ബാനർജി ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ സർക്കാരിൽ നിന്നുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് മതേതരത്വം തകർക്കുക, ഒപ്പം ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങളിലുള്ള ആളുകളെ ആക്രമിക്കുക, പശുവിന്റെ പേരിലുള്ള കൂട്ടക്കൊലകൾ നടത്തുക തുടങ്ങി ഒരു വിഭാഗം ആളുകളെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ശ്രമങ്ങൾ. ഇതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട പൗരത്വ ഭേദഗതി ബില്ലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെയും ബംഗാളിനെയും ബാധിക്കുന്ന പൗരത്വ ഭേദഗതി ബിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് ആരെയും കേൾക്കാൻ തയ്യാറാകാത്ത ഒരു പാർട്ടിയും ഒരു സർക്കാരുമാണ് നിലവിൽ കേന്ദ്രം ഭരിക്കുന്നത് എന്നാണ് മമത ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ കൃത്യമായി ഒറ്റയാൻ എന്ന നിലയ്ക്ക് ഒരു പാർട്ടി ഒരു ലീഡർ എന്ന നിലയിലേക്ക് മാത്രം മാറുകയും BJP-യിലെ തന്നെ ബാക്കിയുള്ള നേതാക്കൾ, പ്രത്യേകിച്ച് BJP-യുടെ രണ്ടാം നിര നേതാക്കളായുള്ള സുഷമ സ്വരാജും അതുപോലെ തന്നെ അരുൺ ജെയ്റ്റ്ലി തുടങ്ങി മുഴുവൻ നേതാക്കളെയും അവഗണിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് മുന്നേറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുമാണ് ഇപ്പോൾ മമതാ ബാനർജി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ അവിടെ വന്ന മുഴുവൻ പ്രാദേശിക പാർട്ടി നേതാക്കളും ഇതേ ആരോപണം തന്നെ ഉന്നയിച്ചു. രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് BJP-യെ എതിർക്കേണ്ടതുണ്ട്, നരേന്ദ്രമോദിയെ ഇനിയും അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്തു. ജനാധിപത്യം, മതേതരത്വം, ഫെഡറലിസം, ഈ 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി, അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള ഒരു ഐക്യനിര എന്നാണ് മമതാ ബാനർജി തന്നെ ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും മമതാ ബാനർജി കണക്ക് കൂട്ടുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷം ഈ പാർട്ടികളുടെ ഒരു ഐക്യം രൂപപ്പെടുത്തിക്കൊണ്ട് BJP-യെ പരാജയപ്പെടുത്തി അധികാരത്തിലെത്താൻ കഴിയുക എന്നതാണ്. ആ നിലയ്ക്ക് തന്നെയായിരുന്നല്ലോ മമതാ ബാനർജിയുടെ ആഹ്വാനം ഉണ്ടായത്. തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം എന്നതാണ്. എത്രത്തോളം പ്രതീക്ഷാ നിർഭരമായ ആണ് മമതയുടെ ഈ നീക്കം? ഏത് തരത്തിലായിരിക്കും? BJP ഉൾപ്പെടെ ഇപ്പോൾ ചന്ദ്രശേഖര റാവു ഇതിന്റെ ഭാഗമായിരുന്നിട്ടില്ല, AIDMK ഭാഗമായിരുന്നിട്ടില്ല, ശിവസേന ഇതിന്റെ ഭാഗമായിരുന്നിട്ടില്ല, ഇടതുപക്ഷ പാർട്ടികൾ ഈ ഐക്യനിരയുടെ ഭാഗമായിരുന്നിട്ടില്ല. അങ്ങനെ മറ്റ് പ്രാദേശിക കക്ഷികളെ ഒന്നിച്ചു നിർത്തി മുന്നോട്ട് വരാനുള്ള ഒരു നീക്കമാണല്ലോ മമതാ ബാനർജി നടത്തുന്നത്. ഇത് എത്രമാത്രം ഫലവത്താകും? ഗോപി, പ്രധാനപ്പെട്ട കാര്യം, പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം തൃണമൂൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഇടതുപക്ഷ പാർട്ടികളാണ്. അവിടെ സ്വാഭാവികമായും തൃണമൂൽ കോൺഗ്രസിനും ഇടതുപക്ഷ പാർട്ടികൾക്കും ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും പരസ്പരം മത്സരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് മാറി നിന്ന് കഴിയൂ. ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസിനെ ഒപ്പം കൂട്ടാതെയാണ് അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈവൻ ചന്ദ്രബാബു നായിഡുവിന്റെ കാര്യത്തിൽ പോലും അത് കോൺഗ്രസുമായി ഒരു സഖ്യം ഉണ്ടാകുമോ എന്ന് പോലും അവസാന ഘട്ടത്തിൽ തീരുമാനിക്കാവുന്ന നിലയിലേക്ക് ചന്ദ്രബാബു നായിഡു മാറിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഓരോ സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മമതാ ബാനർജി ഈ നേതാക്കളെ എല്ലാവരെയും ഒരു വേദിയിൽ കൊണ്ട് ഇരുത്താമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മുഴുവൻ നേതാക്കളെയും ഒരു വേദിയിൽ കൊണ്ട് ഇരുത്തുകയും തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം ഒരു സഖ്യം എന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മമതാ ബാനർജിയുടെ ഇപ്പോഴത്തെ പദ്ധതി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിനും BJP-ക്കും 150 സീറ്റുകൾ മുകളിലേക്ക് കിട്ടാതിരിക്കുകയാണെങ്കിൽ പ്രാദേശിക പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ രൂപം കൊള്ളുകയും ആ സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി താൻ മാറുകയും ചെയ്യുക, ആ രൂപാന്തരപ്പെടുക എന്നുള്ളതാണ് മമതാ ബാനർജിക്ക് ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കീ റോൾ വഹിക്കാൻ പോകുന്നത് രാജ്യത്തിൻ്റെ പ്രാദേശിക പാർട്ടികൾ തന്നെയാണ്. ഒരുപക്ഷെ മമതാ ബാനർജി കണ്ണുവെക്കുന്നതും അതിലേക്ക് തന്നെയാണ്. പ്രാദേശിക പാർട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും അവരുടെ ഐക്യനിര ഉയർത്തി വരികയും ചെയ്യുമ്പോൾ അവരുടെ നേതാവായി ഉയർന്നു വരാൻ കഴിയുക എന്ന
ഒരു രാഷ്ട്രീയ കണക്കുകൂട്ടലിൽ തന്നെയാണ് മമതാ ബാനർജിയുടെ ഈ നീക്കങ്ങൾ ഇന്നിപ്പോൾ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ കണ്ട ആ ആൾക്കൂട്ടം, ആ വലിയ ജനാവലി, വേദിയിൽ നിറഞ്ഞു നിന്ന പ്രതിപക്ഷ ഐക്യനിര നേതാക്കളുടെ സാന്നിധ്യം, ഇതെല്ലാം തന്നെ സ്വാഭാവികമായും മമതയെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്നതാണ്. മമതാ ബാനർജിയുടെ ഒരു രാഷ്ട്രീയ കരിയർ ഗ്രാഫ് ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കാരണം ഓരോ ഘട്ടത്തിലും കൃത്യമായ തീരുമാനങ്ങളിലൂടെ, കൃത്യമായ രാഷ്ട്രീയ ചുവടുവയ്പ്പുകളിലൂടെ വളർച്ചയുടെ പടവുകൾ കയറി വന്ന നേതാവാണ് മമതാ ബാനർജി. മമതയെ നമ്മൾ അടുത്തറിയേണ്ടതുണ്ട്. മമതയുടെ രാഷ്ട്രീയ നേട്ടങ്ങൾ ഏത് നിലയ്ക്കാണ് മമത തൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വത്തെ പടുത്തുയർത്തിയത് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്ന ആളാണ് മമതാ ബാനർജി. ജോഗമായ ദേവി കോളേജിൽ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ ഛാത്ര പരിഷത്ത് യൂണിയന്റെ നേതാവായിരുന്നു മമതാ ബാനർജി. മമതാ ബാനർജിയുടെ രാഷ്ട്രീയ രംഗപ്രവേശനം വിദ്യാർത്ഥി സംഘടനാ നേതാവ് എന്ന നിലയിലായിരുന്നു എന്ന് നമുക്കറിയാം. 1976 മുതൽ 1980 വരെ മഹിളാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു മമത. മമതയുടെ രാഷ്ട്രീയ രംഗപ്രവേശനം കോൺഗ്രസിലൂടെയായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങി പിന്നീട് മഹിളാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയായി മമത വരുന്നു. ബംഗാളിലെ ജാദവ്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് 1984 CPIM നേതാവ് സോംനാഥ് ചാറ്റർജിയെ തോൽപ്പിച്ചാണ് ആദ്യമായി മമതാ ബാനർജി പാർലമെന്റിലെത്തുന്നത്. മമത കോൺഗ്രസിൽ തുടങ്ങുന്നു. സോംനാഥ് ചാറ്റർജിയെ പോലെ അധികായനായ ഒരു പ്രതിയോഗി ഉണ്ടായിട്ടും സോംനാഥ് ചാറ്റർജിയെ തോൽപ്പിച്ചാണ് ആദ്യമായി പാർലമെന്റിലേക്ക് മമതാ ബാനർജി എത്തുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട് മമതാ ബാനർജി. 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മമത ആദ്യമായി പരാജയം രുചിച്ചു. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി തോൽക്കുന്നു. കൊൽക്കത്ത സൗത്ത് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് 1991 വീണ്ടും മമത ലോക്സഭയിലേക്ക് എത്തുന്നു. പിന്നീട് ഇതേ സീറ്റിൽ നിന്ന് 1996, 1998, 99, 2004, 2009 തെരഞ്ഞെടുപ്പുകളിൽ മമതാ ബാനർജി തുടർച്ചയായി വിജയിക്കുന്നു. 1991 നരസിംഹറാവു മന്ത്രിസഭയിൽ മാനവ വിഭവശേഷി കായിക വകുപ്പ് സഹമന്ത്രിയായി മമതാ ബാനർജി മാറുന്നു. 91 മമത സഹമന്ത്രിയായി മാറുന്നത്. 1996 കോൺഗ്രസിനെതിരെ മമത രംഗത്ത് വരുന്നു. ഒരുപക്ഷെ മമതയുടെ രാഷ്ട്രീയ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, മമതാ ബാനർജിയുടെ രാഷ്ട്രീയ ജീവിതം പരിശോധിക്കുമ്പോൾ അതിന് പല അടരുകളുണ്ട്. പല ഘട്ടങ്ങളിലായാണ് മമത തൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നു, കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നു. അതിനുശേഷം പിന്നീട് ശക്തമായി മമത ശക്തരായിട്ടുള്ള പ്രതിയോഗികളെ തോൽപ്പിച്ചാണ് മമത പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി വരുന്നത്. 1997 കോൺഗ്രസ് വിട്ട് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് രൂപീകരിക്കുന്നു. 97 സത്യത്തിൽ മമത ഒരു നിർണായകമായ ഒരു ചുവടുവയ്പ് നടത്തുന്നത്. 97 തൃണമൂൽ കോൺഗ്രസ് മമത രൂപീകരിക്കുന്നത്. 99 മമതയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് NDAയിൽ ചേർന്നു. വാജ്പേയി മന്ത്രിസഭയിൽ റെയിൽവേ മന്ത്രിയായി മമത സ്ഥാനമേറ്റു. 2001 തെഹൽക്ക ഓപ്പറേഷൻ വെസ്റ്റ് എൻഡിനെ തുടർന്ന് മമത NDA വിടുകയും ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുകയും ചെയ്തു. 2004 NDAയിൽ തിരിച്ചെത്തി വീണ്ടും മമതാ ബാനർജി മന്ത്രിയായി. 2009 കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPAയിൽ തൃണമൂൽ കോൺഗ്രസ് അംഗമായി മമത മാറുന്നു. UPA അധികാരത്തിൽ വന്നപ്പോൾ വീണ്ടും മമതാ ബാനർജി റെയിൽവേ മന്ത്രിയായി. 2011 ബംഗാളിൽ 34 വർഷത്തെ ഇടതുമുന്നണി ഭരണം അവസാനിപ്പിച്ച് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലെത്തുന്നു. മമതയുടെ രാഷ്ട്രീയ വളർച്ച വളരെ അതായത് പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം കൃത്യമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് മമത എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ വളർച്ച നമ്മൾ കാണുന്നത്. ഓരോ ഘട്ടത്തിലും മമത എടുത്ത തീരുമാനങ്ങളും നിലപാടുകളും എല്ലാം തന്നെ അവർക്ക് കൃത്യമായി സ്ഥാനമുറപ്പിക്കാൻ സഹായിക്കുന്ന തരത്തിലാണ്. 2012 തൃണമൂൽ കോൺഗ്രസ് UPA വിടുന്നു. 2016 ബംഗാളിൽ വീണ്ടും മമതാ ബാനർജി അധികാരത്തിലെത്തുന്നു. ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളെ ചേർത്ത് നിർത്തി ദേശീയ നേതൃത്വത്തിലേക്ക് കടന്നു വരാൻ ഉള്ള ശ്രമമാണ് മമതാ ബാനർജി നടത്തുന്നത്. മമതയുടെ ഈ നീക്കം വളരെ വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉള്ളതാണ്. കാരണം കോൺഗ്രസ് നയിക്കുന്ന ഒരു മുന്നണി അധികാരത്തിലെത്താനുള്ള സാധ്യത നിലവിലെ പ്രാദേശിക പാർട്ടികളുടെ ശക്തി വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ സാധ്യതകൾ എത്ര കുറവാണ് എന്ന് മമതാ ബാനർജിക്ക് അറിയാം. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ പങ്ക് വഹിക്കാൻ പോകുന്നത് രാജ്യത്തെ വിവിധ പ്രാദേശിക പാർട്ടികളാണ് എന്ന ഉറച്ച ബോധ്യം മമതയ്ക്കുണ്ട്.
അതുകൊണ്ടാണ് പ്രാദേശിക പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യനിര പടുത്തുയർത്തിക്കൊണ്ട് അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയുള്ള വളരെ കുശാഗ്ര ബുദ്ധിയോടുകൂടിയുള്ള ഒരു നീക്കം മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ നീക്കം ഫലം കാണുമെന്നും ഒരുപക്ഷെ BJPക്കും കോൺഗ്രസിനും അവർ ഒറ്റക്കക്ഷി എന്ന നിലയിൽ വേണ്ടത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നു എന്ന ബോധ്യത്തിൽ നിന്നാകാം മമത ഈ ചുവടുവയ്പ് നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൽ നിർണായകമായി മാറാൻ പോകുന്നത് പ്രാദേശിക പാർട്ടികളായിരിക്കും. അതുകൊണ്ടാണ് മമതാ ബാനർജി തെരഞ്ഞെടുപ്പിന് ശേഷം പ്രാദേശിക പാർട്ടികളുടെ ഒരു ഐക്യനിര രൂപപ്പെടണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരം ഒരു ഐക്യനിരയിൽ അതിൻ്റെ നേതൃപദവിയിലേക്ക് എത്താൻ പോകുന്നത് മമതയായിരിക്കും. അങ്ങനെ ഒരു പ്രധാനമന്ത്രി പദം പോലും സ്വപ്നം കാണുന്നുണ്ട് മമതാ ബാനർജി. അതിൻ്റെ ആദ്യ ചുവടായിരുന്നു ഇന്ന് കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ നമ്മൾ കണ്ട ലക്ഷക്കണക്കിന് ആളുകൾ സാക്ഷ്യം വഹിച്ച ഈ മഹാറാലി. ഫെഡറൽ ഐക്യ ഇന്ത്യ റാലിയിലൂടെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ സംഗമവേദി ഒരുക്കുക മാത്രമല്ല മമതാ ബാനർജി ചെയ്തത്. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് എതിരാളികളായ BJPക്ക് ശക്തമായ താക്കീത് നൽകുക കൂടിയാണ്. റാലി നടന്ന ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ 10 ലക്ഷത്തിലധികം ജനങ്ങളെ പങ്കെടുപ്പിച്ച് അതവർ തെളിയിക്കുകയും ചെയ്തു. പ്രാദേശിക പാർട്ടികളാവും അടുത്ത തവണ രാജ്യം ഭരിക്കുകയെന്ന് ഊന്നി പറയാൻ അവർ എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ തെക്കും വടക്കും വടക്കു കിഴക്കുമുള്ള സംസ്ഥാനങ്ങളിലെ നേതാക്കളെയും BJP വിരുദ്ധ ചേരിയിലുള്ള നേതാക്കളെയും ഒരു വേദിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്നതും മമതയുടെ നേതൃപാടവത്തിന് ഉദാഹരണമാണ്. പശ്ചിമ ബംഗാളിലെ 42 സീറ്റുകളിൽ നിന്ന് കഴിഞ്ഞ തവണത്തെ പോലെ ഭൂരിഭാഗം സീറ്റുകളുമായി വരികയും കോൺഗ്രസും BJPയും മികച്ച പ്രകടനം കാഴ്ചവെക്കാതിരിക്കുകയും ചെയ്താൽ മമതയ്ക്ക് പ്രധാനമന്ത്രി പദത്തിലേക്ക് നടന്നെടുക്കാനാകുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. ഇന്നത്തെ റാലിയിൽ പങ്കെടുക്കാതിരുന്ന തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിനും മമതാ ബാനർജിയോട് എതിർപ്പില്ലെന്നാണ് സൂചന. NDAയോട് അനുഭാവമില്ലാത്ത ഇടതു പാർട്ടികൾ മാത്രമാണ് ഐക്യ റാലിയിൽ ഇല്ലാതിരുന്നത്. പശ്ചിമ ബംഗാളിൽ മമതയും ഇടതു പാർട്ടികളും ബദ്ധവൈരികളുമാണ്. കോൺഗ്രസ് വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ ആശയപരമായി പങ്കെടുക്കാൻ കഴിയാത്ത പാർട്ടികളും മമതയുടെ ആതിഥ്യം സ്വീകരിച്ചു എന്നതും ശ്രദ്ധേയമാണ്. ഭരണഘടന, മതേതരത്വം, ഫെഡറലിസം, ദളിത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമം എന്നിങ്ങനെയുള്ള മുദ്രാവാക്യമുയർത്തുന്ന പാർട്ടികളെ ചേർത്ത് നിർത്തുകയും അത് തെരഞ്ഞെടുപ്പ് പ്രചാരണായുധമാക്കി മാറ്റുകയും ചെയ്യുകയാണ് ഇന്നത്തെ ഐക്യ റാലിയിലൂടെ മമത ലക്ഷ്യം വെക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പ്രതിപക്ഷ പാർട്ടികൾ ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് വ്യക്തമായി. അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ രാജ്യത്തെ ജനങ്ങൾ ഏറ്റെടുക്കുക കൂടി ചെയ്താൽ പുതിയ പ്രധാനമന്ത്രിയെ പ്രതീക്ഷിക്കാം. പക്ഷേ അതാരാണെന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇനിയും ഒരു അപ്രതീക്ഷിത പ്രധാനമന്ത്രിയുടെ പിറവിക്ക് പൊതുതെരഞ്ഞെടുപ്പ് സാക്ഷിയാകുമോ എന്നും പറയാനാകില്ല. ലിജോ വർഗീസ്, 24, ഡൽഹി. പ്രധാനപ്പെട്ട ചുവടുവെപ്പായി നമ്മൾ വിലയിരുത്തി കഴിഞ്ഞു മമതാ ബാനർജിയുടെ ഈ വിശാലമായ പ്രതിപക്ഷ ഐക്യനിര ഉയർത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ. എന്നാൽ ഇതിനെ അങ്ങേയറ്റം പരിഹസിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വിശാല പ്രതിപക്ഷ ഐക്യനിര രൂപപ്പെടുത്തിയത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. മാത്രമല്ല ഈ മഹാസഖ്യം തനിക്കെതിരെയല്ല രാജ്യത്തെ ജനങ്ങൾക്കെതിരെയാണ് എന്ന നിലപാടാണ് നരേന്ദ്രമോദിക്കുള്ളത്. അദ്ദേഹം ഇന്ന് പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹം പരിഹാസത്തോടു കൂടി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഐക്യനിര രൂപപ്പെടുന്നതിന് പിന്നിൽ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. താൻ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്തിൻ്റെ താല്പര്യമാണ് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. മാത്രവുമല്ല തൻ്റെ ചില നിലപാടുകൾ, താൻ എടുത്ത ചില നയങ്ങളും രാജ്യത്ത് അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളായിരുന്നു. അത് പലർക്കും പൊതുഖജനാവിൽ നിന്ന് കൊള്ളയടിക്കാൻ അവർ നടത്തിയ ശ്രമങ്ങൾക്കുള്ള തിരിച്ചടിയായി. അതിനെതിരായ രൂപം കൊണ്ടതാണ് മഹാഗഠബന്ധൻ എന്നാണ് നരേന്ദ്രമോദി ഇന്ന് പരിഹസിച്ചത്. यही हमारी प्रेरणा है, जबकि वो दल जिसने दशकों तक देश में सरकार चलाई वो हर काम में अपनी या अपने परिवार की संभावनाएं देखता था. यही कारण है कि वहां काम से ज्यादा नाम पर जोर दिया गया. साथियों, इस पुराने सरकारी संस्कार को, आदतों को हमने बदला है. हमने नाम के बजाय काम पर ध्यान. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ലോക്സഭാ മണ്ഡലത്തിലെ രാഷ്ട്രീയ ചലനങ്ങൾ എന്താണെന്നാണ്. ശശി തരൂർ MP മൂന്നാമതൊരു വട്ടം കൂടി മത്സരിച്ച് ഹാട്രിക് വിജയം സ്വന്തമാക്കാൻ പറ്റും എന്ന് കരുതുന്ന മണ്ഡലം. 2 തവണ കൈവിട്ടു പോയി വീണ്ടും ഒരിക്കൽ കൂടി ശ്രമിച്ച് കൈപ്പിടിയിൽ ഒതുക്കാം എന്ന് CPI വ്യാമോഹിക്കുന്ന ഒരു മണ്ഡലം. കനത്ത പ്രതീക്ഷ വെച്ച് പോരാട്ടത്തിന് BJP ഇറങ്ങുന്ന മണ്ഡലം. എല്ലാ അർത്ഥത്തിലും ജനശ്രദ്ധ ആകർഷിക്കുന്നു തിരുവനന്തപുരം മണ്ഡലത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോരാട്ടം ഇക്കുറി.
ആ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സവിശേഷതകളാണ് ഇനി ഇലക്ഷൻ ഗേറ്റിൽ നമ്മൾ പരിശോധിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ചൂടേറിയ പോരാട്ടമായിരിക്കും ഇത്തവണ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുക. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ മണ്ഡലത്തിൽ പാർട്ടിയിൽ ഇത്തവണയും ശശി തരൂർ എംപിയുടെ പേരിന് തന്നെയാണ് മുൻതൂക്കം. 2009-ൽ 1 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് വിജയിച്ച ശശി തരൂർ പക്ഷേ കഴിഞ്ഞ വർഷം നേടിയത് 15,000-ഓളം വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷം. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. തരൂരിന്റെ പ്രതിച്ഛായയിലുണ്ടായ മാറ്റവും അനുകൂല ഘടകമായി പാർട്ടി വിലയിരുത്തുന്നു. 2,82,336 വോട്ടുകൾ നേടി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയ BJP പ്രതീക്ഷയോടെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നത്. മോഹൻലാലിന്റെ ഉൾപ്പെടെ പേരുകൾ പാർട്ടി പരിഗണിച്ചെങ്കിലും മത്സരത്തിന് തയ്യാറല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. രാജ്യസഭാ എംപിയായ സുരേഷ് ഗോപി, പാർട്ടി മുൻ അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ എന്നിവരുടെ പേരുകളാണ് നിലവിൽ പരിഗണനയിലുള്ളത്. BJP കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെ വിജയപ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. മുൻവർഷങ്ങളിലുണ്ടായ പിഴവുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കരുത്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കത്തിലാണ് CPI. കഴിഞ്ഞ വർഷമുയർന്ന പേയ്മെന്റ് സീറ്റ് വിവാദം ഉൾപ്പെടെയുള്ള നാണക്കേടുകളിൽ നിന്ന് മുഖം രക്ഷിക്കുന്നതിനും CPIക്ക് വിജയം അനിവാര്യമാണ്. പൊതുസമ്മതനായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നമ്പി നാരായണന്റെ പേര് ചർച്ചകളിലുണ്ട്. പാർട്ടി സ്ഥാനാർത്ഥി തന്നെ രംഗത്തിറങ്ങണമെന്ന ആവശ്യവും പാർട്ടിക്കുള്ളിലുണ്ട്. അങ്ങനെയെങ്കിൽ മുൻ MPയായ പന്ന്യൻ രവീന്ദ്രനോ സംസ്ഥാന നേതാക്കളോ ആകും സ്ഥാനാർത്ഥിയാവുക. മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ ആരെന്നറിയാൻ വോട്ടർമാരും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അൽ അമീൻ, 24, തിരുവനന്തപുരം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥിയുടെ പേരിൽ വാറുന്ന വാക്പോര് നടക്കുകയാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ. കൊല്ലത്ത് UDFന്റെ സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ MP തന്നെയായിരിക്കുമെന്ന് RSP ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഇന്നലെയാണ്. എന്നാൽ RSP സംഘപരിവാർ സംഘടനകളുമായി BJPയുമായി കൂട്ടുചേർന്നാണ് പ്രേമചന്ദ്രന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്ന ആക്ഷേപമാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് ഉന്നയിച്ചത്. അതിന് മറുപടി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. NK പ്രേമചന്ദ്രൻ UDFന്റെ സ്ഥാനാർത്ഥിയാകും, അതിന് സംഘപരിവാർ ബന്ധം ചാർത്തിക്കൊടുക്കേണ്ട എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ മറുപടി. ആ റിപ്പോർട്ടിലേക്കാണ് ഇലക്ഷൻ ഗേറ്റ് ഇനി. കൊല്ലം ലോക്സഭാ സീറ്റിൽ RSP സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MP NK പ്രേമചന്ദ്രൻ മത്സരിക്കുമെന്ന് കഴിഞ്ഞ ദിവസമാണ് RSP സംസ്ഥാന സെക്രട്ടറി A അസീസ് പ്രഖ്യാപിച്ചത്. കേരളത്തിലെ UDFന്റെ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നു അത്. എന്നാൽ ഇതിനെതിരെ രൂക്ഷമായ ആരോപണവുമായി CPM രംഗത്ത് വന്നു. UDF അല്ല സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതെന്നും BJPയുമായി ചേർന്നുള്ള RSPയുടെ ഒത്തുകളിയാണ് NK പ്രേമചന്ദ്രന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമെന്നുമായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ ആരോപണം. UDF ഇതുവരെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ കൊല്ലം സീറ്റിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് BJPയുമായിട്ട് RSP ഉണ്ടാക്കിയ ധാരണ പ്രകാരമാണ് ആ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. BJPയും പ്രേമചന്ദ്രനും തമ്മിൽ ഒരു രഹസ്യധാരണയുണ്ട്. ആ രഹസ്യധാരണ അരക്കിട്ട് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ UDF അല്ലേ പ്രഖ്യാപിക്കേണ്ടത്. അധികം വൈകാതെ കോടിയേരിക്ക് ചെന്നിത്തലയുടെ മറുപടി എത്തി. കൊല്ലം RSPയുടെ സിറ്റിംഗ് സീറ്റാണെന്നും പ്രേമചന്ദ്രനെ പ്രഖ്യാപിച്ചത് UDFുമായി ആലോചിച്ചാണെന്നും ചെന്നിത്തല തിരിച്ചടിച്ചു. കൊല്ലത്ത് അവർക്കൊരു സീറ്റ് ഉണ്ടായിരുന്നതാണ്. കഴിഞ്ഞാണ് UDF കൊല്ലത്ത് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് സീറ്റ് അവർക്ക് കൊടുത്തതാണ്. CPMനെ ആരെങ്കിലും എതിർത്താൽ അവരെല്ലാം RSS ആണ്, BJP ആണ്, സംഘിയാണെന്ന് പറഞ്ഞ്, മാത്രമല്ല RSSന് ആളിനെ കൂട്ടിക്കൊടുക്കുന്ന ജോലി എന്നു മുതലാണ് കോടിയേരി ബാലകൃഷ്ണൻ ആരംഭിച്ചതെന്നാണ് എനിക്കറിയേണ്ടത്. കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണങ്ങളുടെ തുടർച്ചയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലും ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ട പരിപാടിയിൽ പ്രധാനമന്ത്രി എത്തിച്ചതിന് പിന്നിൽ പ്രേമചന്ദ്രന്റെ ചരടുവലികളാണെന്ന വിശ്വാസത്തിലാണ് CPM. പ്രേമചന്ദ്രൻ BJPയിലേക്കെന്ന പ്രചരണം CPM നടത്തുന്നതും ഇത് മനസ്സിൽ വച്ചാണ്. ഒടുവിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പോലും രാഷ്ട്രീയ ആരോപണം ഉയർത്തി വിവാദം സജീവമാക്കി നിലനിർത്തുകയാണ് CPM നേതൃത്വം. രഞ്ജിത്ത് അമ്പാടി, 24, കൊല്ലം. ഇനി ഇലക്ഷൻ പിച്ചാണ്. ഇലക്ഷൻ പിച്ചിൽ നമ്മൾ പരിശോധിക്കുന്നത് രാജസ്ഥാൻ സംസ്ഥാനത്തിലെ രാഷ്ട്രീയ ചലനങ്ങളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന്റെ ആത്മവിശ്വാസവുമായി കോൺഗ്രസും മോദി തരംഗത്തിൽ 2014 സമാനമായി മുഴുവൻ സീറ്റുകളും നേടിയെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ BJPയും പരസ്പരം ഏറ്റുമുട്ടുന്ന നിർണായകമായ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇരു കക്ഷികൾക്കും ഒരുപോലെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് അവർ ഇറങ്ങിത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സംസ്ഥാനമായിരിക്കും രാജസ്ഥാൻ എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. രാജസ്ഥാൻ മരുഭൂമികളുടെയും ഒട്ടകങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും നാട്. 33 ജില്ലകളും 200 നിയമസഭാ മണ്ഡലങ്ങളും
25 ലോക്സഭാ മണ്ഡലങ്ങളുമാണ് രാജസ്ഥാനിലുള്ളത്. നമ്മുടെ കേരളത്തിലേതുപോലെ തന്നെ 5 വർഷം കൂടുമ്പോൾ പാർട്ടികൾ മാറി മാറി ഭരിക്കുന്ന സംസ്ഥാനം കൂടിയാണ് രാജസ്ഥാൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കഷ്ടിച്ച് അധികാരത്തിലേക്ക് വന്നു രാജസ്ഥാനിൽ. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25-ൽ 25 സീറ്റും നേടി BJP വലിയ മുന്നേറ്റമാണ് രാജസ്ഥാനിൽ ഉണ്ടാക്കിയത്. ഇത്തവണ പക്ഷേ 2 പാർട്ടികളും തമ്മിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരം നടക്കുകയാണ് ഈ സംസ്ഥാനത്ത്. തെരഞ്ഞെടുപ്പുകളിൽ ജാതി മത സമവാക്യങ്ങൾ വളരെ കൃത്യമായി പ്രതിഫലിക്കുന്ന ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഏറ്റവും ഒടുവിലായി നടത്തിയ BJPയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ഗുണം കണ്ടു എന്നത് ഇതിനൊരു തെളിവാണ്. BJP അധ്യക്ഷൻ അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ ചില പ്രചാരണ പരിപാടികൾ ആ സംസ്ഥാനത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കുന്ന തരത്തിലേക്ക് BJPയെ മാറ്റിയെടുത്തു. വസുന്ധരരാജ സർക്കാരിനെതിരെ ഉണ്ടായിരുന്ന വലിയ രീതിയിലുള്ള ജനവിരുദ്ധ വികാരം മറികടക്കാൻ ഒരുപക്ഷെ BJPക്ക് കഴിഞ്ഞത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഈ പ്രചാരണ പ്രവർത്തനങ്ങളായിരുന്നു. ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത്തരത്തിൽ തന്നെ ആയിരിക്കും BJPയുടെ പ്രചാരണ പരിപാടികൾ മുമ്പോട്ട് പോവുക. കാർഷിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ ചെറുകിട കച്ചവടക്കാരുടെ പ്രശ്നങ്ങളും വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അവരുടെ പ്രചാരണ ആയുധങ്ങൾ ഇത്തവണയും അതുതന്നെ ആവാനാണ് സാധ്യത. 2009-ൽ 25-ൽ 20 സീറ്റും നേടിയ കോൺഗ്രസ് 2014 എത്തിയപ്പോഴേക്കും രാജസ്ഥാനിൽ പൂർണ്ണമായും തകർന്നടിഞ്ഞു. മോദി തരംഗത്തിൽ 25-ൽ 25 സീറ്റും അവർ കൈവിട്ടു. സംഘടനാ സംവിധാനം എന്ന സംവിധാനം തന്നെ ഇല്ലാതായിപ്പോയി. പക്ഷെ പിന്നീട് അങ്ങോട്ട് സച്ചിൻ പൈലറ്റിന്റെ നേതൃത്വത്തിൽ സംഘടനയെ അവർ പുനരുജ്ജീവിച്ചു. അവിടെ നിന്നാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞത്. പക്ഷേ മോദിയുടെയും അമിത്ഷായുടെയും തന്ത്രങ്ങൾക്ക് മുമ്പിൽ പൂർണ്ണമായൊരു വിജയം കോൺഗ്രസിന് അവിടെ അവകാശപ്പെടാനായിട്ടില്ല. കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ രാജസ്ഥാനിൽ കോൺഗ്രസിന് കഴിഞ്ഞില്ല. സ്വതന്ത്രരായി വിജയിച്ചവർക്കൊപ്പം നിന്നാണ് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നത്. പരിചയസമ്പന്നനായ അശോക് ഗെഹ്ലോട്ടിനെ മുഖ്യമന്ത്രി, യുവാവായ സച്ചിൻ പൈലറ്റിനെ ഉപമുഖ്യമന്ത്രിയുമാക്കിയാണ് രാജസ്ഥാനിൽ കോൺഗ്രസ് പുതിയ തന്ത്രങ്ങൾ മെനയുന്നത്. ജാതി സമവാക്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മന്ത്രിസ്ഥാനം നൽകി മറ്റുള്ളവരെയും പ്രീതിപ്പെടുത്തിയിട്ടുണ്ട്. ജാതി സമവാക്യങ്ങളെ കൂടി അംഗീകരിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ പദ്ധതി ഇത്തവണ വിജയിക്കുമോ എന്നാണ് ഇനി കാണാനുള്ളത്. മറുവശത്ത് BJPയുടെ ദേശീയ അധ്യക്ഷൻ അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തന്നെയായിരിക്കും അവിടുത്തെ പ്രധാന പ്രചാരകർ. മോദിക്കാറ്റ് ഒരിക്കൽ കൂടി ആഞ്ഞു വീശുമോ എന്നാണ് രാജസ്ഥാനിൽ നിന്ന് ഇനി മനസ്സിലാക്കേണ്ടത്. അല്ലാത്ത പക്ഷം കോൺഗ്രസിനും കുറച്ച് പ്രതീക്ഷിക്കാനുണ്ട് രാജസ്ഥാനിൽ നിന്ന്. തെരഞ്ഞെടുപ്പിനുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വരാനിരിക്കുന്നതേ ഉള്ളുവെങ്കിലും തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജമായി കഴിഞ്ഞു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം. അതിൽ പരമാവധി ഗുണം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. കയ്യും മെയ്യും മറന്ന് അവർ ഈ ഗോതയിലേക്ക് ഇറങ്ങുകയാണ്. എന്തൊക്കെയായിരിക്കും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും നയങ്ങളും, അതിൻ്റെ ഓരോ ചലനങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇലക്ഷൻ ഗേറ്റ്. ഇനി ഇലക്ഷൻ ഗേറ്റ് തിങ്കളാഴ്ച രാത്രി ഇതേ സമയം. നമസ്കാരം.